വീഡിയോയുടെ തുടക്കം തന്നെ ഈ സ്ക്രീൻഷോട്ട്സ് വയ്ക്കാൻ കാരണം ഇത് ഞാൻ വീഡിയോൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് വായിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ബെറ്റിംഗ് ആപ്പ് റിലേറ്റഡ് ആയിട്ട് പൈസ പോയി എന്ന് പറഞ്ഞ്, ജീവിതം പോയി, ലൈഫ് പോയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ആളുകളുടെ മെസ്സേജസാണ്. ഞാൻ ഇന്നലെ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് ചെയ്ത സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരു ക്രിയേറ്ററും ഇൻഫ്ലുവൻസറും നിങ്ങൾ ലിറ്ററലി ഒരാളുടെ ചോരയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ പ്രൊമോഷൻ്റെ പൈസയായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ തകർച്ച, ഒരു വ്യക്തിയുടെ തകർച്ച, ഒരാളുടെ ജീവൻ, ഒരുപാട് പേരുടെ ജീവൻ, ആ ജീവൻ്റെ പൈസയാണ് നിങ്ങൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മേടിച്ച് നാട്ടുകാരിലേക്ക് വീണ്ടും ഈ സാധനം ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ടും ഇത് പൈസ കിട്ടാനാന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്, കറങ്ങി തിരിഞ്ഞ് എന്താണെങ്കിലും ഒരു ദിവസം കിട്ടും. ഓക്കെ, ഇത് നിലനിൽക്കില്ലടേ ഈ കാശ്. ഓക്കെ, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോനകത്ത് പറഞ്ഞിരുന്നു, ഒരാളുടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആ വ്യക്തിയോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്നുള്ളത്. സോ ആ വ്യക്തി, ഈ പരിപാടിയിൽ പെട്ട ആൾക്കാരില്ലേ, ഇങ്ങനെ ഈ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകളിൽ കളിക്കുക എന്നാണ് അവർ പറയുന്നത്. ചൂതാട്ടമാണ്, ലിറ്ററലി ഗാംബ്ലിംഗ് ആണ്. ഗെയിം അല്ല ഇത് ഗാംബ്ലിംഗ് ആണ്. ഈ പരിപാടിയിൽ പൈസ കളഞ്ഞ ആളുകൾക്ക് സ്വന്തം വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത അത്ര സങ്കടവും അത്രത്തോളം സിറ്റുവേഷനുമാണ് ഇവർക്കുള്ളത്. കാരണം ഇത് പുറത്തറിയുമ്പോൾ നീ അതാണ് ലിറ്ററലി അതാണ്. ഓക്കെ, കാരണം അത്യാർത്ഥി മൂത്തിട്ടല്ലേ നീ കളിച്ചേ, അല്ലെങ്കിൽ നിനക്ക് പൈസ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് വെറുതെ കിട്ടുന്ന കാശിന് വേണ്ടിയല്ലേ കളിച്ചേ, ഈ സാധനം കേൾക്കേണ്ടി വരും എന്നുള്ളൊരു പേടി വരുടെ മനസ്സിനകത്തുണ്ട്. അത് വേണം. കാരണം എന്താ അറിയോ, ഇതിനി ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. ഞാൻ ഇവിടെ കുറേ സ്ക്രീൻഷോട്ട്സ് വെക്കുന്നുണ്ട്. നമ്പർ ഓഫ് പീപ്പിൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ പല ഉടായ്പകളും കളിച്ചിട്ട് ലൈഫ് പോയി. അതിലൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, ഒരു വ്യക്തി ആയ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ കഴിഞ്ഞു, സ്പോയിലായി പോയി. കാശിട്ടു, കാശ് കിട്ടിയില്ല. അതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടും സാധനവും എനിക്ക് അയക്കുന്നു, രാത്രി എന്നെ വിളിക്കുന്നു, ആരോടും പറയാൻ പറ്റുന്നില്ല, പുറം ലോകത്ത് ആരെങ്കിലും ഒന്ന് അറിയട്ടെ ലൈഫ് എങ്ങനെയാണ് എൻ്റെത് പോയത് എന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ലൈഫ് അവസാനിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേഴ്സണലി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തി അതിനു വേണ്ടി ട്രൈ ചെയ്തു, വീണ്ടും ICUലായി, വീണ്ടും ഒരു 4-5 ദിവസം കഴിഞ്ഞു, തിരിച്ചു വന്നു. ആ വ്യക്തിക്ക് വീണ്ടും ഇത് എന്നോട് പറയണമെന്നുണ്ട്. ആ വ്യക്തി എന്നോട് സംസാരിച്ചു ഇന്നലെ. ഞാൻ ആ വ്യക്തിയുടെ എല്ലാം എൻറ്റയർ കാര്യങ്ങൾ കേട്ടു. ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എൻറ്റയർ കരിയർ പോകുന്നു, ലൈഫ് പോകുന്നു, ഫാമിലി പോകുന്നു, പുറത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇതൊക്കെ ഈ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ഇൻഫ്ലുവൻസർ, കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ടാഗിലിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലുകൾ, നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് കാണണം. നല്ല ജോലിയുള്ളൊരു പയ്യൻ, ഓക്കെ, നല്ല ജോലിയുള്ളൊരു പയ്യൻ ഇതേപോലെ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട്, മനുഷ്യനാണ്, പൈസ വേണം, ഓക്കെ, മനുഷ്യന് പൈസയ്ക്ക് ആർത്തി ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വെറുതെ കിട്ടുന്ന കാശിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഓൾമോസ്റ്റ് എല്ലാവരും നോക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അവരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഒരു തെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത് ചെയ്യുന്നവർ ധൈര്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തോ കമൻറ്റ് ബോക്സിൽ, ആരൊക്കെയാണ് ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്തിട്ടോ. കാരണം എല്ലാവരും ഇത് അറിയട്ടെ, ഒരു പയ്യൻ്റെ ലൈഫ് എങ്ങനെ സ്പോയിലായി എന്നുള്ളത്. ഒരു പയ്യൻ, നല്ല ജോലിയുള്ളൊരു പയ്യൻ, കേരളത്തിൻ്റെ പുറത്ത് ജോലി എടുക്കുന്നു, ഇതിലേക്ക് അഡിക്റ്റ് ആവുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോസും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് കാശ് കിട്ടുമല്ലോ, 2000 കൊടുത്താൽ 10,000 കിട്ടും, 10,000 കൊടുത്താൽ 20,000 കിട്ടും എന്നുള്ള സാധനത്തിൽ പൈസ പോകുന്നു. ആ പൈസ പോയത് തിരിച്ചു പിടിക്കാൻ വീണ്ടും കടമെടുക്കുന്നു. ഗേൾഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അടക്കം ലോൺ എടുപ്പിച്ച് വീണ്ടും പോയ പൈസ തിരിച്ചു പിടിക്കാൻ നോക്കുന്നു. അങ്ങനെ മൊത്തത്തിലെല്ലാം പോകുന്നു. എവിടെയും പറയാൻ പറ്റാത്തൊരവസ്ഥ. ലാസ്റ്റ് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു വഴിയല്ലാതെ വേറെ വഴിയില്ല അവരുടെ മുന്നിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ജോലിയില്ല, ലൈഫും ഇല്ല, പൈസയും പോയി, കടം കയറി, ആളുകൾ മെസ്സേജ്, സ്വന്തം ഫ്രണ്ട് പോലും നീ എന്തിന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയാൻ പേടിക്കുകയാണ് അവർ, ഇങ്ങനെ കളിച്ചിട്ടാണ് പോയെന്നുള്ളത്. അങ്ങനെ സിറ്റുവേഷനിൽ എത്രയോ മനുഷ്യന്മാരുടെ കാശ്, എത്രയോ പേരുടെ ഇവർ പുറത്ത്, ഏറ്റവും സീൻ എന്താ പറയുക, ഇതിൽ ഇരയായ ആളുകൾ ഇത് പുറത്ത് പറയാത്തത് കൊണ്ടാണ്
ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ഇരയായ ആളുകൾ ഓരോരുത്തരും വന്ന് വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു ജീവിതം പോയി കിടക്കുമ്പോഴാണ് ആ ജീവിതം പോയെന്നാണ് 1 രൂപ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ പോയ ജീവിതത്തിൻ്റെ കർമ്മ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉടായ്പ് കാണിച്ചിട്ട് എനിക്കെന്താ പറയുക, എനിക്ക് ഇവരാരും ഒരാൾ പോലും ധൈര്യപൂർവ്വം റെഡി ആവുന്നില്ല. കാരണം അവർക്ക് സൊസൈറ്റിയുടെ മുന്നിൽ അവരെ കളിച്ചിട്ട് ലൈഫ് കളഞ്ഞു എന്നുള്ളൊരു കാര്യം വരുമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരാരും പുറത്തു വരാത്തത്. ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഈ മറ്റേ എന്താ പറയുക നന്മമരം കാണിക്കലും ചാരിറ്റി കാണിക്കുന്നതും നിങ്ങളെന്താ ഒരു 10 ആളെ ജീവിതം കളഞ്ഞ പൈസ എടുത്തിട്ടാണോ നിങ്ങൾ ഒരാൾക്ക് ഒരു 1000, 500, 2000 കൊടുക്കുന്നത്? തെണ്ടിത്തരം എന്നാണ് അതിന് പറയേണ്ടത്. ഇതിന് കൂടുതൽ അതിന് വാക്കില്ല. നിങ്ങൾ ഇന്ന് ഈ സാധനം ചെയ്യുന്നു, ഇത് ഇഞ്ചക്ട് ചെയ്യുന്നു സൊസൈറ്റിയിലേക്ക്. ഗെയിം എന്നുള്ള പേരിൽ ഈ ഗാംബ്ലിങ് ചൂതാട്ടം നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇതൊരു സ്കില്ലോ മാങ്ങാത്തൊലിയൊന്നുമല്ല, പ്യുവർ പറ്റിക്കലാണ്. ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പേഴ്സണലി റിവീൽ ചെയ്യും. വേറെ ആരും ചെയ്തില്ലെങ്കിലും പേരെടുത്ത് പറഞ്ഞ് വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യും. അതിനകത്ത് എത്ര എമൗണ്ട് ആർക്കൊക്കെ കിട്ടി എന്നുള്ളതും ഒക്കെ ഞാൻ പറയും. അത് ഉറപ്പാണ് ആ കാര്യം. പിന്നെ ലൈഫ് പോയവരോടാണ്, ഈ സാധനങ്ങൾ കളിച്ച് ലൈഫ് പോയവരോടാണ്. നിങ്ങളത് പോയി, പക്ഷെ നിങ്ങൾക്ക് സൊസൈറ്റീൻ്റെ മുന്നിൽ ഇനി വന്ന് ബാക്കിയുള്ളവർക്ക് ഇത് പോവാതിരിക്കാൻ ആ രീതിയിൽ നിങ്ങൾക്ക് മാതൃകയാകാൻ പറ്റും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും നിങ്ങൾ റിവീൽ ചെയ്യേണ്ട. ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. കാരണം ഒരാൾ ഈ സാധനത്തിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പോട്ടെ. കാരണം ഇവർ ഉപയോഗിക്കുന്ന രീതികൾ വളരെ മോശമാണ്. ഇവിടെ പല ആളുകൾക്കും ഇതിൽ നിന്ന് പ്രമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് ഗിഫ്റ്റ് കൂപ്പണുകളാണ്. ഈ ഗിഫ്റ്റ് കൂപ്പണുകൾ പല വെബ്സൈറ്റിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഗോൾഡും സാധനവും വാങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ അവർ വിഡ്രോ ചെയ്ത് ബാങ്കിലെടുത്തിട്ട് വൻ ഉടായ്പാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകളുണ്ട് ഇതിനകത്തുനിന്ന്. ഞാൻ പറയുന്നു, ഇനി ആ പൈസകളൊന്നും നിങ്ങൾക്ക് നിലനിൽക്കില്ല, ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അത്രയും ഉടായ്പാണ്, അത്രയും എന്താ പറയുക ഫ്രോഡ്. ഓരോരുത്തരുടെ ജീവൻ കളഞ്ഞിട്ടുള്ള ഫ്രോഡ് പൈസയാണ് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല. ആ പയ്യൻ എന്നെ രാത്രി വിളിച്ചിട്ട് ലാസ്റ്റ് ആ പയ്യൻ ഫോൺ വയ്ക്കാൻ നേരത്തെ എന്നോട് ചോദിച്ചത്, നിൻ്റെ ലൈഫിന് രണ്ടാമത് എനിക്ക് ബിൽഡ് ചെയ്യണം. എനിക്കത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ ഒരു 100 രൂപ പോലും 10 രൂപ പോലും എടുക്കാനില്ല. മനുഷ്യനെ ഒരുമാതിരി മാനസികമായി തകർത്ത് കളയുന്നൊരു പരിപാടിയാണ്. ഡോണ്ട് ഡു ദിസ്, പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഓക്കെ, ഇത് റിക്വസ്റ്റാണ് ഇത് ചെയ്യുന്നവരോട്. എന്താണെങ്കിലും ആ സ്ക്രീൻഷോട്ടുകളിലുണ്ട് എല്ലാം. ഞാനതൊന്നും വായിച്ച് നിങ്ങളെ ഇനി ഇതാക്കുന്നില്ല, ലെങ്തി ആവും. കാര്യമായിട്ടൊന്നും പറയലടി. സ്വന്തം ഒപ്പം അറിയുന്ന ഫ്രണ്ട്സ് പോലും ഈ ഉടായ്പ് കാണിക്കുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, മോശമാണ്.